ഇന്നത്തെ ക്ലാസ്സിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അഥവാ 65 വയസ്സാണ്. അപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഇപ്പം തന്നെ പഠിച്ചു പോവുക. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഏത് അനുച്ഛേദ പ്രകാരമാണ്? 243 കെ അനുച്ഛേദ പ്രകാരമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആണ്. രത്തൻ യു ഖേൽക്കർ ആണ് നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരളത്തിൽ ഫസ്റ്റ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് വടക്കൻ പരവൂർ. ഇത്രയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്.